ഹായ് ഡിയേഴ്സ്. ദുബായ് മാളിൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ക്ഷമിക്കണം കേട്ടോ, തെറ്റുകളൊക്കെ ഉണ്ടെന്നറിയാം. പിന്നെ ഇപ്പം കാണിക്കാൻ പോകുന്നത് ദ ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയം ആണ്. പിന്നെ അത് കാണിക്കുന്നതിന് മുമ്പ് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വൃത്തി. എന്തോരം ആൾക്കാരാണ് വന്നു പോകുന്നത്, എന്നാലും നല്ല നീറ്റാണ് എല്ലാ സ്ഥലങ്ങളും. ദുബായ് മാളാണെങ്കിൽ കൂടിയും ഇതിപ്പോൾ ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയത്തിൽ കയറുമ്പോഴും സെയിം അവസ്ഥയാണ്. പിന്നെ ഇങ്ങോട്ടേക്കുള്ള വഴികൾ ഒന്നും ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്കൊന്നും ഒരു തെറ്റ് പറ്റത്തില്ല. കാരണം അതേ രീതിക്കാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും വളരെ ക്ലിയറായിട്ടാണ് അവർ ചെയ്തു വച്ചിരിക്കുന്നത്. അതിൽ ഇവിടെയുള്ള ഭരണാധികാരികളെ സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം ഈ ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയത്തിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അത് മെട്രോയ്ക്ക് വരുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റുന്നതാണ്. മെട്രോയിലേക്കാണ് നമ്മൾ പോകുന്നത്. സെയിം ഇതുപോലെ തന്നെയാണ് ദുബായ് മാളിലും അങ്ങനെ തന്നെയുള്ള ആക്സസ് ആണ് ഉള്ളത്. ഈസി ആയിട്ട് പോകാൻ പറ്റും. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇവിടെയുള്ള ആ ഒരു സംഭവം വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ മെട്രോ ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ടണൽ പോലെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് ഒരു വൈറ്റ് കളറിലെ ഭിത്തി, ആ ടണലിനുള്ളിൽ അതിൽ കൂടി നേരെ പോകുമ്പോൾ തന്നെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുപാട് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ലിഫ്റ്റ് ഉണ്ട് അവിടെ. ആൾക്കാരൊക്കെ ഒരു റോബോ കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിക്കുന്നു. പിന്നെ എല്ലാം തന്നെ അവിടെ റോബോട്ടിൻ്റെ പരിപാടിയാണ്, എല്ലാ കാര്യങ്ങളും. പിന്നെ അതിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് വ്യൂ എനിക്ക് ഫീൽ ചെയ്ത ഒരു കണ്ണിൻ്റെ ആകൃതിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു കണ്ണ് എൻ്റെ പോലെ നല്ല ഭംഗിയാണ്. പിന്നെ അവിടെ കുറേ അമ്മമാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. നമ്മുടെ നാട്ടിൽ നിന്ന് ഏതോ ഒരു സംഘടന, ആ സംഘടനയുടെ പേര് മറന്നുപോയി. അവർ 2-3 പ്രാവശ്യം എന്നോട് പറഞ്ഞാണേ. അപ്പോൾ ആ അമ്മമാരെയൊക്കെ നാട്ടിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നാന്ന് തോന്നുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. അവരോടൊക്കെ സംസാരിച്ചു. അവരൊക്കെ അവർക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അവരൊക്കെ വളരെ ഹാപ്പിയാണ്. ഇങ്ങനെ വയനാട്ടിൽ നിന്ന് ആരുമില്ലെന്ന് പറഞ്ഞു. ഇടുക്കി, അങ്ങനെ ബാക്കി എല്ലാ ജില്ലകളിൽ നിന്നും ഓരോ അമ്മമാർ വന്നിട്ടുണ്ട്. അങ്ങനെ അവരെയൊക്കെ കാണാൻ സാധിച്ചു. നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മേലോട്ട് അടുത്ത നിലകളിലേക്കൊക്കെ പോകാൻ ഉള്ള ഇതുണ്ട്. അവിടെയൊക്കെ കുറേ അധികം സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും ഞാൻ കയറിയില്ല. അതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 159 ദിറംസാണ് ടിക്കറ്റ് ചാർജ്. പിന്നെ ദുബായ് വരുന്നവർ ഇതൊക്കെ കാണുക. ഓക്കെ, സന്തോഷം. താങ്ക് യു.